ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 18. സ്നേഹിക്കുവാൻ പഠിക്കുക. അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം. സ്കോട്ട്ലൻഡിലെ ഗ്രീനോക്കിലെ ഒരു പ്രൈമറി സ്കൂളിലെ പ്രസവാവധിയിലായിരുന്ന 3 അധ്യാപകമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോ 2 ആഴ്ചയിലും സ്കൂളിൽ കൊണ്ടുവന്ന് കുട്ടികളുമായി ഇടപഴകുവാൻ അനുവദിച്ചു. ശിശുക്കളുടെ കൂടെ കളിക്കുന്നത് വഴി കുട്ടികൾ സഹാനുഭൂതിയും മറ്റുള്ളവരുടെ വികാരം മാനിക്കുന്നതും പരിശീലിക്കും. ലേശം ശല്യക്കാരായ കുട്ടികളാണ് ഈ കാര്യങ്ങൾ വേഗം പഠിക്കുന്നത് എന്ന് ഒരു ടീച്ചർ നിരീക്ഷിച്ചു. മിക്കപ്പോഴും ഇവരാണ് പരസ്പരം കൂടുതൽ ഇടപെടുന്നത്. ശിശുക്കളെ പരിചരിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും മറ്റൊരാളുടെ വികാരത്തെ മാനിക്കുന്നതും അവർ പഠിച്ചു. മറ്റുള്ളവരെ പരിഗണിക്കുന്ന കാര്യം ശിശുവിൽ നിന്ന് പഠിക്കുക എന്നത് ക്രിസ്തു വിശ്വാസികൾക്കൊരു പുതിയ കാര്യമല്ല. ശിശുവായി ജനിച്ച യേശുവിനെ നമുക്കറിയാം. ബന്ധങ്ങൾ നിലനിർത്തുന്നത് സംബന്ധിച്ച നമ്മുടെ ധാരണകളൊക്കെ യേശുവിൻ്റെ ജനനം തിരുത്തി. ബലഹീനവും വഴിതെറ്റുന്നതുമായ ആടുകളെ മേയിച്ചിരുന്ന ഇടയന്മാരാണ് യേശുവിൻ്റെ ജനനം ആദ്യം അറിഞ്ഞത്. പിന്നീട് ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവരെ അയോഗ്യരായി കണ്ട ശിഷ്യന്മാരെ യേശു തിരുത്തി. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ. യേശു ശിശുക്കളെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ശല്യക്കാരായ കുട്ടികൾ എന്ന പോലെ നാമും അയോഗ്യരാണെന്ന് കണക്കാക്കപ്പെട്ടേക്കാം. എന്നാൽ ഒരു ശിശുവായി വന്ന ക്രിസ്തു സ്നേഹത്തോടെ നമ്മെ കൈക്കൊള്ളും. എന്നിട്ട് ശിശുക്കളെയും മറ്റുള്ളവരെയും കരുതുന്നതിന് നമ്മെ പഠിപ്പിക്കും. ചിന്തിക്കുക, കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിൽ നിങ്ങൾക്ക് ആസ്വാദ്യകരമായത് എന്താണ്? മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിലൂടെ എന്താണ് യേശു നിങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നത്? ദൈവത്തിന് മഹത്വം.